നമ്മുടെ രാജ്യം 79ാം സ്വാതന്ത്ര്യദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മഹാരഥന്മാർ നേടിത്തന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് 79 വർഷങ്ങളാകുന്നു. നമ്മുടെ പൂർവികർ ചോര കൊടുത്തുകൊണ്ട് നേടിയ സ്വാതന്ത്ര്യമാണ്. തോക്കു ചൂണ്ടിയവൻ്റെ മുന്നിൽ വെരിമാറ് കാട്ടി നേടിയ സ്വാതന്ത്ര്യമാണ്. തൂക്കുമരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും പിന്തിരിയാതെ പുഞ്ചിരിച്ചുകൊണ്ട് കഴുമരത്തിലേക്ക് കയറിയ ധീരന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യമാണ്. വർഷങ്ങളോളം അടിപതറാതെ പോരാടി നേടിയ സ്വാതന്ത്ര്യമാണ്. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖും പാഴ്സിയും എല്ലാം ചേർന്നുകൊണ്ട് ഒരൊറ്റ മനസ്സോടുകൂടി ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ചേർന്നുകൊണ്ട് പൊരുതി നേടിത്തന്ന സ്വാതന്ത്ര്യമാണ്. ശാന്തിയോടെയും സമാധാനത്തോടെയും സമത്വത്തോടെയും സാഹോദര്യത്തോടെയും ഒരുമയോടെയും ഇതുവരെ എങ്ങനെയാണോ നമ്മുടെ പൂർവികർ കഴിഞ്ഞത്, അതുപോലെ ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ കഴിയാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നോക്കൂ, നമ്മുടെ രാജ്യം 79ാം സ്വാതന്ത്ര്യദിനത്തിലേക്ക് കടക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ദേശീയ പതാകകൾ ഉയർത്തി നമ്മുടെ ആ ദേശസ്നേഹം നമ്മൾ കാണിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്വയം ഒന്ന് വിലയിരുത്തേണ്ട, ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ആ ഒരു സ്വാതന്ത്ര്യം അത് അനുഭവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു ജനത നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളായ മുസ്ലിം വിഭാഗങ്ങൾ. ഒരു മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം ക്രൂരതകളും എന്തെല്ലാം പീഡനങ്ങളും എന്തെല്ലാം പ്രയാസങ്ങളും ഫാസിസ്റ്റ് ഭരണകൂടങ്ങളിൽ നിന്നും സഹിക്കേണ്ടി വന്നു. ഹിന്ദുത്വ തീവ്രവാദികളിൽ നിന്നും ആ മുസ്ലിം സഹോദരങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നു. ഹൈന്ദവരും ക്രൈസ്തവനും മുസൽമാനും എല്ലാവരും ചേർന്ന് ഒരുമയോടുകൂടി സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ഈ ജനാധിപത്യ രാജ്യത്തെ ഒരു കാവ്യവൽക്കരിക്കാൻ, ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ വർഷങ്ങളായി സംഘപരിവാർ ഹിന്ദുത്വ തീവ്രവാദികൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, എത്രയെത്ര ദർഗകളും പള്ളികളും തകർക്കപ്പെട്ടു. ബാബരി മസ്ജിദ് ഇന്നും ഒരു തീരാ നോവായി ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിൽ കിടക്കുകയാണ്. ഇന്ത്യയിലുള്ള മുസ്ലിം പേരുകളുള്ള പല സ്ഥലങ്ങളും ആ പേര് വെട്ടിമാറ്റിക്കൊണ്ട് അവരുടേതായ രീതിയിൽ പല പേരുകളും അവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ, ഒരു മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ, തലയിൽ തലപ്പാവും തൊപ്പിയും താടിയുമുള്ളതിൻ്റെ പേരിൽ അവൻ്റെ മതം നോക്കി അവനൊരു മുസ്ലിമായതുകൊണ്ട് തന്നെ അവനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ, അവനെ കത്തിച്ചു കൊന്ന, അവനെ ആക്രമിച്ചും അവനെ പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയ എത്രയെത്ര ക്രൂരതകളും പീഡനങ്ങളും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സംഭവിക്കുകയുണ്ടായി. എന്തിനേറെ, ഇന്ത്യയുടെ ജനാധിപത്യം പോലും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളിലായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹം വലിയ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടത്. കള്ളവോട്ടുകൾ ഉണ്ടാക്കി ആ കള്ളവോട്ടുകളിലൂടെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണകൂടം ഭരണത്തിലേക്ക് കയറിയെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യമാണ് തകർന്നിരിക്കുന്നത്. നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലകുനിക്കുകയാണ്. ഇവിടെയാണ് നാം എല്ലാവരും സ്വയം ചോദിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അതിൽ മുസൽമാനുണ്ട്, ക്രൈസ്തവനുണ്ട്, ഹൈന്ദവനുണ്ട്, അങ്ങനെ എല്ലാ മതക്കാരും. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി ജീവൻ ത്യജിച്ച വീരപോരാളികളായ ഇന്ത്യയിലെ മുസൽമാനായിട്ടുള്ള രക്തസാക്ഷികളായ ആ സഹോദരങ്ങളെ ചരിത്രങ്ങളിൽ നിന്നും വെട്ടിമാറ്റാൻ ഹിന്ദുത്വ RSS ഭീകരവാദികൾ പലപ്പോഴായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പാഠപുസ്തകങ്ങളിൽ നിന്നും അവരുടെ ചരിത്രങ്ങളെ മായ്ക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എത്ര തന്നെ വെട്ടിമാറ്റാൻ ശ്രമിച്ചാലും, അത് മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും ആ ചരിത്രങ്ങളിൽ അവരുടെ സ്ഥാനം ഒരിക്കലും മായുകയില്ല. അത് ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ അത് ശക്തമായി പതിഞ്ഞു കിടപ്പുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയും അവർക്ക് മാപ്പെഴുതി കൊടുത്തും നേടിത്തന്ന സ്വാതന്ത്ര്യമല്ല ഇത്. നെഞ്ചുറപ്പോടുകൂടി, ധീരതയോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി പടപൊരുതി നേടിയ സ്വാതന്ത്ര്യമാണിത്. നമ്മുടെ പൂർവികരായ നെഞ്ചുറപ്പുള്ള ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾ അവർ തങ്ങളുടെ സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഷഹീദായിട്ടുണ്ട്. അവരുടെ പിൻഗാമികളായ ഇന്ത്യൻ മുസ്ലിമുകളോടാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോടാ എന്നും നിങ്ങൾ തീവ്രവാദികളാണെന്നും വർഗീയവാദികളാണെന്നും ഇന്ത്യയിലെ ഹിന്ദുത്വ തീവ്രവാദികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യൻ മുസൽമാന്റെ രാജ്യസ്നേഹം ആരെയും പഠിപ്പിക്കേണ്ടതില്ല. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷികളായ ഒരുപാട് ഒട്ടനവധി ഇന്ത്യൻ മുസ്ലിമുകളുണ്ട്. അവരെ എല്ലാവരെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കില്ല. അതിനാൽ തന്നെ ഞാൻ പ്രധാനമായിട്ടുള്ള 3 പേരെ മാത്രം ഇവിടെ പറഞ്ഞു പോകാം. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച പുണ്യനഗരമായ മക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരികയും പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും ഒരുപാട് സംഭാവനകളും ചെയ്ത ഒരു മുസൽമാനെക്കുറിച്ച്. മറ്റൊന്ന്, ജയ് ഹിന്ദ് എന്ന് നമ്മളെല്ലാവരും ആവേശത്തോടു കൂടി പറയുന്ന ആ മുദ്രാവാക്യം ആദ്യമായി വിളിച്ച ഒരു ഇന്ത്യൻ മുസൽമാനെക്കുറിച്ച്. മറ്റൊന്ന്, സാരേ ജഹാംസി അച്ഛ എന്ന് നമ്മളെല്ലാവരും വളരെയധികം രോമാഞ്ചത്തോടു കൂടി പാടുന്ന ആ മനോഹരമായ
ആ ഒരു ഗാനം രചിച്ച ഒരു മുസൽമാനെക്കുറിച്ച് അറിയണം നാം ഓരോരുത്തരും അവരെക്കുറിച്ച്. ഒന്നാമതായി മൗലാന അബ്ദുൽ കലാം ആസാദ്. 1888 നവംബർ 11 പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മക്കയിലെ ഇസ്ലാമിക പണ്ഡിതനും അതോടൊപ്പം മതനേതാവ് കൂടിയായിരുന്ന മൗലാന ഖൈറുദ്ദീൻ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുഴുവനും പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലും മദീനയിലുമായിരുന്നു. പിന്നീടാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം കൊൽക്കത്തയിലേക്ക് വരുന്നത്. അറബി, പേർഷ്യൻ, ഉറുദു, ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, തുർക്കിഷ്, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ അദ്ദേഹത്തിന് വലിയ പ്രാവീണ്യമുണ്ടായിരുന്നു. ബാല്യത്തിൽ തന്നെ മതപഠനവും ചരിത്രവും സാഹിത്യവുമൊക്കെ അദ്ദേഹം അഭ്യസിച്ചിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും അസഹകരണ പ്രസ്ഥാനത്തിലും സജീവമായി പങ്കെടുത്ത ഒരു രാജ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. 1920 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. 1931 കോൺഗ്രസ് പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്ത ഒരു രാജ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്ത് വിദ്യാഭ്യാസപരമായ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. രാജ്യത്ത് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് നിയമപരമായ അടിസ്ഥാനം അദ്ദേഹം ഒരുക്കി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മുടെ രാജ്യത്ത് നാഷണൽ എഡ്യൂക്കേഷണൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. 1958 ഫെബ്രുവരി 22 അദ്ദേഹം ന്യൂഡൽഹിയിൽ വെച്ച് അന്തരിക്കുകയാണ്. പിന്നീട് 1992 അദ്ദേഹത്തിൻ്റെ മരണാനന്തരമായി ഭാരതരത്നം നൽകി ആദരിക്കുകയും ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലാവരും വളരെയധികം രോമാഞ്ചത്തോടുകൂടി വിളിക്കുന്ന ജയ് ഹിന്ദ് എന്ന് പറയുന്ന ആ മുദ്രാവാക്യം അതാദ്യമായി വിളിച്ചത് ഹാബിദ് ഹസൻ സഫ്രാനി എന്ന് പറയുന്ന ഹൈദരാബാദ് സ്വദേശിയായ ഒരു ഇന്ത്യൻ മുസൽമാനായിരുന്നു. ഹൈദരാബാദിൽ 1911 അദ്ദേഹം ജനിക്കുന്നത്. ഹൈദരാബാദിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് യൂറോപ്പിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി പോവുകയാണ്. യൂറോപ്പിൽ പഠിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിച്ച സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടുമുട്ടുകയാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിശ്വസ്ത സഹായിയായിരുന്നു അദ്ദേഹം. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച INA അഥവാ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രധാന അംഗം കൂടിയായിരുന്നു അദ്ദേഹം. 1940കളിൽ INAക്കൊരു ഐക്യമുദ്രാവാക്യം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അങ്ങനെ ആ സമയത്താണ് ആബിദ് ഹസൻ സഫ്രാനി ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിനോട് നിർദ്ദേശിക്കുന്നത്. പിന്നീടത് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം അത് സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം നിരന്തരമായി അത് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് അത് രാജ്യവ്യാപകമായി ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യം എല്ലാ ഇന്ത്യൻ ജനതയും നെഞ്ചിലേറ്റുകയാണ്. മറ്റൊന്ന് സാരേ ജഹാം സേ അച്ഛ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ദേശഭക്തി ഗാനം. ആ ഗാനം എഴുതി രചിച്ചത് ഒരു ഇന്ത്യൻ മുസൽമാനായിരുന്നു. മുഹമ്മദ് ഇക്ബാൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. 1904 അദ്ദേഹം ആ മനോഹരമായ ഗാനം രചിക്കുന്നത്. അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രശസ്ത കവിയും തത്വചിന്തകനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്നു. സിയാൽകോട്ട്, അതായത് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ, ഇപ്പോഴത്തെ പാകിസ്ഥാനാണ്. അവിടെയാണ് അദ്ദേഹം 1877 നവംബർ 9 അദ്ദേഹം ജനിക്കുന്നത്. കശ്മീരി പണ്ഡിറ്റ് വംശത്തിൽ നിന്നുള്ള മുസ്ലിം കുടുംബത്തിലാണ് ജനനം. ചെറുപ്പത്തിൽ തന്നെ അറബി, പേർഷ്യൻ, ഉറുദു ഭാഷകളിൽ അദ്ദേഹം വിദ്യാഭ്യാസം നേടി. ഉറുദുവിലും പേർഷ്യൻ കവിതകളിലുമൊക്കെ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. കവിതയിൽ ദേശസ്നേഹവും ആത്മീയതയും സാമൂഹിക ബോധവുമെല്ലാം അദ്ദേഹം കലർത്തിയിരുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്ത, തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച ഒരുപാട് പൂർവികരായ ഇന്ത്യൻ മുസൽമാന്മാർ കടന്നുപോയ മണ്ണാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഇത് ഇന്ത്യയാണ്, ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ രാഷ്ട്രീയ ലാഭത്തിനായി പല അജണ്ടകളും ഇത്തരം വർഗീയവാദികൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത്തരം അജണ്ടകളെയെല്ലാം ഇന്ത്യയിലെ ജനത ഒരുമിച്ചൊറ്റക്കെട്ടായി അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട.